ആദ്യം ഡോക്ടർ ബി ജയരാജ്, എന്താണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറിക്ക് പുരസ്കാരം നൽകിയത്? ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. പക്ഷേ നേരത്തെ കേരള സ്റ്റോറി റിലീസായ സമയത്തെ അതേ വാദങ്ങൾ തന്നെ BJP കേന്ദ്രങ്ങളും സംഘപരിവാർ കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ അന്ന് പിന്തുണ നൽകിയിരുന്നു കേരള സ്റ്റോറിക്ക്. ആ നിലപാടിൽ അവർ മാറ്റം വരുത്തിയിട്ടുമില്ല. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇതിനകത്ത് ജൂറി മെമ്പറായിട്ടുള്ള പ്രദീപ് നായർ ഇതിനെതിരെ ആദ്യം പ്രതികരിക്കുന്നത് ജൂറി മെമ്പർ തന്നെയാണ്. ജൂറി മെമ്പർ പറഞ്ഞു ഇത് അൺഡെമോക്രാറ്റിക് ആണ്, ഇങ്ങനെ ചെയ്തതൊട്ടും ശരിയായില്ല എന്നാണ് ഈ നാഷണൽ ജൂറി മെമ്പറായിട്ടുള്ള പ്രദീപ് നായർ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഇതിനെതിരെ അതിശക്തമായ പ്രചരണം നടത്തി. അവർ പറഞ്ഞത് ഇത് ഡിസപ്പോയിന്റിംഗ് എന്ന് മാത്രമല്ല, ഇത് ഡേഞ്ചറസ് ആണ്, ഇത്തരം ട്രെൻഡുകൾ ഡേഞ്ചറസ് ആണ്, കേരളത്തിലെ കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതാക്കുക, കേരളത്തിലെ സെക്യുലർ ഫാബ്രിക് നശിപ്പിക്കുക, നാഷണലിസം എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ളതിന്റെ, എന്ത് വൃത്തികേട് കാണിച്ചാലും അവാർഡ് കൊടുക്കുമെന്നുള്ളതിന്റെ ഒരു സുപ്രധാന തെളിവാണ് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കുന്നത്. ഒന്നല്ല, 2 അവാർഡുകൾ. ഇത് മാത്രമല്ല വിഷയം, നേരത്തെ അവാർഡിന്റെ കൺട്രോവേഴ്സി ഉണ്ടായിരുന്നു. മികച്ച നടനുള്ള അവാർഡ് ഷാരൂഖ് ഖാന് കൊടുത്തിരിക്കുന്നു, മികച്ച നടിക്കുള്ള അവാർഡ് പിന്നെ റാണി മുഖർജി കൊടുത്തിരുന്നു. ഷാരൂഖ് ഖാന്റെ അഭിനയത്തെക്കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല, നല്ല നടൻ തന്നെയാണ് ഷാരൂഖ് ഖാൻ. പക്ഷേ വിജയരാഘവന്റെ അഭിനയവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആക്ടറിന്റെ അവാർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ സിനിമ കണ്ടു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ജവാൻ എന്ന് പറഞ്ഞ സിനിമയും ഞാൻ കണ്ടതാണ്, വിജയരാഘവൻ അവാർഡ് കിട്ടിയ സിനിമയും ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ റാണി മുഖർജി അഭിനയിക്കുന്ന മർജാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അമീർ ഖാനുമായിട്ട് ചേർന്നിട്ട് ഇതുപോലെ ഒരു തേക്കിക്കാത്തോ അങ്ങനെ പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അതിനകത്തൊക്കെ നല്ല അഭിനയമാണ്. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവാർഡ് കിട്ടിയിരിക്കുന്ന സിനിമയെക്കാളും എത്രയോ മികച്ച അഭിനയമാണ് ഉർവശി നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഉർവശിക്ക് അവാർഡ് കൊടുത്തില്ല, സപ്പോർട്ടിംഗ് ആക്ട്രസിന്റെ അവാർഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അടിമുടി കൺട്രവേഴ്സിലാണ് ഈ അവാർഡ് മുഴുവൻ. ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് കൊടുക്കുന്നതിന് അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഈ അവാർഡുകൾ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കോടി രൂപയാണ് ഇവരുടെ ഈ വിദ്വേഷ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ ഫണ്ടുകൾ അനുവദിക്കുന്നത്. എത്ര കോടി രൂപയാണ് അത്? സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും, ബോളിവുഡിലും ഹോളിവുഡിലും ടോളിവുഡിലും അടക്കം ഇതിന്റെ ഫണ്ടിങ്, കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുന്ന സിനിമകളുടെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം ആനിമേഷൻ വഴി വളർന്നു വരുന്ന കുട്ടികളെ വരെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള കാർട്ടൂണുകൾ, അത്തരത്തിലുള്ള പക്ഷെ ഒരു ജൂറിയാണല്ലോ ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഒരു ജൂറിയാണല്ലോ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അത് മാത്രമല്ല, ഇത് ആദ്യമായിട്ടല്ല ദേശീയ പുരസ്കാരം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു അവാർഡ് കേരള സ്റ്റോറിക്ക് നൽകുമ്പോൾ അപ്പോൾ മറ്റ് അവാർഡുകളുടെ കാര്യമോ? ഇപ്പോൾ വിജയരാഘവൻ അവാർഡ് നൽകിയതിൽ എന്തെങ്കിലും കുഴപ്പം താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെയും ചിന്തിക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. മുൻപും അവാർഡുകൾ വിവാദമായ സമയത്ത് ഇത്തരത്തിൽ പ്രൊപ്പഗാൻഡ നടപ്പിലാക്കുക ആക്കുന്നതാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഒരിക്കലും 100% ജൂറിയുടെ തീരുമാനം ശരിയായിരിക്കണം എന്നുമില്ല. അത് ദേശീയ തലത്തിലാണെങ്കിലും ഇപ്പോൾ സംസ്ഥാന അവാർഡിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിജയരാഘവന് കൊടുക്കണമെന്ന് ഏറ്റവും മികച്ച നടനുള്ള അവാർഡായിരുന്നു, ഉർവശിക്ക് കൊടുക്കണമെന്ന് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡായിരുന്നു, അല്ലാതെ സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് അല്ല എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അതാണ് അതിനകത്തുള്ള ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഈ അഭിനയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ആസ്വാദകരാണ്, നല്ല സിനിമകൾ കാണുന്ന ആളുകളാണ്, വർഷങ്ങളായിട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ കാണുന്ന ആളുകൾ തന്നെയാണ്, നല്ല സിനിമകൾ തിരക്കി പിടിച്ച് കാണുന്ന ആളുകളാണ്. നമ്മൾക്കറിയാമല്ലോ എന്താണ് അഭിനയമെന്നും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള സിനിമകൾക്ക് സിനിമാറ്റോഗ്രാഫിക്ക് ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുത്ത എന്തിനാണെന്ന് എനിക്കറിയില്ല. സിനിമാറ്റോഗ്രാഫിക്ക് അവാർഡ് കൊടുത്തു. അതുപോലെ സംവിധാനത്തിനുള്ള അവാർഡ് ഇതിനകത്ത് മുല്ലപ്പൂ വെച്ച് പബ്ബി പോയതിനാണോ, മലയാളി പെൺകുട്ടിയാണെന്ന് കാണിക്കുന്നത് വേണ്ടി മുല്ലപ്പൂ വെച്ച് പബ്ബി പോയതിനാണോ അവാർഡ് കൊടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയൊക്കെയുള്ള പ്രൊപ്പഗണ്ട മൂവീസ് എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത ഈ ഒറ്റപ്പെട്ട, ഒരുപക്ഷെ ചില ആളുകൾക്ക് അതുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം അനുഭവങ്ങൾ, ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം പയ്യൻ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടാഗ് ഇട്ട് വിളിക്കുക എന്നുള്ളത് എക്സ്പീരിയൻഷ്യലായിട്ട് ഒരാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനൊന്നും പറ്റില്ല. 1, 2, 3 കേസിനാണ് ഈ 30,000 കേസുകൾ
എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ നിന്നുകൊണ്ട് പക്ഷേ ആരെയും 30,000 മതം മാറ്റി കേസുകൾ എന്നുള്ളത് ഈ അത് പറഞ്ഞ പിന്നീട് കണക്കുള്ള മാറ്റുകയും വലിയ ചെയ്തിരുന്നുവല്ലോ രീതിയിലുള്ള ഡോക്ടർ ബി മതമാറ്റങ്ങൾ ജയരാജ്. ശ്രീ ആലോചിച്ച് പണിക്കർ, പ്രൊപ്പഗാൻഡ സിനിമ എന്നാണല്ലോ കേരള സ്റ്റോറിയെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ പ്രൊപ്പഗാൻഡ സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും